നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ എം.കെ. മുനീറിന്റെ വീട് ജപ്തി ഭീഷണി സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്തകളിലും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ എം.കെ. മുനീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയില്ല എന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വളരെ സുപരിചിതമായ വളരെ വ്യക്തിപരമായി അറിയുന്ന അത്തരത്തിലുള്ള ഒരു അടുപ്പമാണ് ഡോക്ടർ എം.കെ. മുനീറുമായിട്ട് നമുക്ക് നേരിൽ കാണാതെ പോലും നമുക്ക് അങ്ങനെയുള്ള ഒരു ബന്ധമായിട്ട് തോന്നാറുണ്ട്. കാരണം അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയിട്ട് ഡോക്ടർ എം.കെ. മുനീർ എന്ന് പറയുന്ന വ്യക്തിയും സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് മലപ്പുറം ജില്ലയിലുള്ള ഏതൊരു ആൾക്കും. ഡോക്ടർ എം.കെ. മുനീറിനെ യുവത്വം തുളുമ്പുന്ന നിറപുഞ്ചിരിയുടെ അല്ലാതെ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. വെള്ളയും വെള്ളത്തുണിയും വെള്ളക്കുപ്പായും ഇട്ട് ഇന്നോവയ്ക്ക് അടുത്തും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖലി തങ്ങൾക്കും ഹൈദരലി തങ്ങളുടെ കൂടെയും മറ്റു തങ്ങന്മാരുടെ കൂടെയും എല്ലാം നമ്മൾ കാണുന്നത് ഇന്നോവയിലും മറ്റും പാണക്കാട്ടും ഒക്കെ മറ്റു പൊതുയോഗങ്ങളിലൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നതും. മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭയിലും നമ്മൾ കാണാറുണ്ട്. അതുപോലെയുള്ള ഒരു മുഖമല്ല ഇന്നലെയും ഇന്നും അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് ശാരീരികമായിട്ട് അസുഖങ്ങൾ ഉണ്ടായേക്കാം, മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായേക്കാം. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരം വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആരോഗ്യം ശിഫ നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട മുനീർ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CH മുഹമ്മദ് കോയയുടെ പുത്രൻ കൂടിയാണ് ഡോക്ടർ എം.കെ. മുനീർ എന്ന് പറയുന്നത്. CH മുഹമ്മദ് കോയയെ നമ്മൾ പലരും നേരിൽ കണ്ടിട്ടില്ല. CH സെന്ററുകൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. എന്തിനേറെ നമ്മൾ ഒരാൾ രോഗിയായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ നമുക്ക് സഹായഹസ്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു കൈത്താങ്ങായിട്ടുള്ളത് CH സെന്റർ ആണ്. ഒരു നേരത്തെ അന്നം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പൊതിച്ചോറുകളായിട്ട് എത്രയോ 1000, 10,000 ലക്ഷക്കണക്കിന് ആളുകൾക്ക് CH സെന്റർ താങ്ങായി നിൽക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ കൂടിയാണ് എം.കെ. മുനീർ. അദ്ദേഹം ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ പോകുന്നത് വളരെയധികം വിഷമം ഉള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും മുനീറിന്റെ വീടിന്റെ ജപ്തി ഭീഷണി പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി അറിയിക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാടകയ്ക്ക് ഒരു ആശുപത്രി നടത്തുന്ന ഒരു സ്ഥലം ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നതായിട്ട് കേട്ടത്. അതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാമൂഹിക സേവനത്തിലും പാപ്പയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ എന്നെ അതിശയപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. ഒരു MLA, ഒരു മന്ത്രിയായിക്കൊണ്ടിരിക്കെ ഇദ്ദേഹത്തിന് ഇത്രയും അധികം വമ്പിച്ച കടബാധ്യതയാണ് വന്നത്. ഓരോ മന്ത്രിമാരും ഓരോ MLA ആവുന്ന സ്ഥാനത്ത് അവരുടെ സർവീസിന്റെ ആ ഫസ്റ്റിലെ 5 വർഷം തന്നെ അവരുടെ തലമുറകൾക്ക് കഴിയാനുള്ളത് അവർ സമ്പാദിച്ചു കൂട്ടാറുണ്ട്. പക്ഷേ ഡോക്ടർ എം.കെ. മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു തലമുറക്ക് കഴിയാൻ പോലുമുള്ള സാമ്പത്തിക ശേഷി നിലവിലില്ല. അദ്ദേഹത്തിന്റെ ദൈനംദിന ചെലവുകൾക്ക് മാത്രം ഉള്ള അദ്ദേഹത്തിന്റെ ദൈനംദിന ചെലവുകൾക്ക് പോലും അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ ക്യാഷ് ഇല്ല. അത്രയധികം കടത്തിലാണ് അദ്ദേഹം. അതും ഒരു കേരളത്തിന്റെ MLA അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ അദ്ദേഹം മറ്റുള്ള വ്യക്തികളോടോ സുഹൃത്തുക്കളോടോ ആരോടും അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. സ്വന്തം കുടുംബത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മാത്രമേ ഇത് അറിയുകയുള്ളൂ. ഇപ്പോഴാണ് പാർട്ടികളും അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കളും എല്ലാവരും അറിയുന്നത്. അങ്ങനെ അത് പാർട്ടി ഏറ്റെടുത്തു. അത് എന്റെ ഫസ്റ്റത്തെ വൺ ടൈം സെറ്റിൽമെന്റ് 49 ലക്ഷം രൂപയോളം അടച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കേരള അസംബ്ലി ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു MLA നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം വിഷമമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സേവനത്തെ ആണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹം എത്ര ആത്മാർത്ഥതയോടെ അതുപോലെ തന്നെ എത്ര ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയം സേവിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു മന്ത്രി, ഇതുപോലെ ഒരു MLA നമ്മുടെ സ്വന്തം ജില്ലയിലുള്ളതിനാൽ അഭിമാനിക്കും. അതും CHന്റെ മകൻ എം.കെ. മുനീർ. അദ്ദേഹം കടത്തിലാണ്, പാർട്ടിയെ ഏറ്റെടുത്തു. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു MLA ഉണ്ട്, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന MLA. എത്രയോ മന്ത്രിമാർ, എത്രയോ ആൾക്കാർ, എത്രയോ അഴിമതി നടത്തുന്നതും അതും പലതും നമ്മൾ കാണാറുണ്ട്. പല മന്ത്രിമാർ വിദേശ യാത്രകൾ പോകുന്നതും മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ മോഡേൺ മെഡിസിൻ ഒക്കെ ആയിട്ട് പല രാജ്യങ്ങളിൽ പോയിട്ട് ചികിത്സ തേടുന്നതും ഒക്കെ ആയിട്ട്. പക്ഷേ എം.കെ. മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ കുടുംബം. ഇതാണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം. ഇത് കണ്ടതിലും അറിഞ്ഞതിലും വളരെ വിഷമമുണ്ട്. എത്രയും പെട്ടെന്ന് അള്ളാഹു അദ്ദേഹത്തിന് നല്ലൊരു സമാധാനവും സന്തോഷവും സാമ്പത്തികവും കൊടുക്കുമാറാവട്ടെ, എല്ലാ ഐശ്വര്യവും കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 1-2 കമന്റുകൾ വായിക്കുന്നുണ്ട്. ഒരു ന്യൂസിന്റെ താഴെ വന്നതാണ്. 1-2 കമന്റുകൾ ഞാനിവിടെ വായിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാപ്പയും മകനും ഞാൻ കുറച്ചു കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് മനസ്സിലായി CH മുഹമ്മദ് കോയ എന്താണെന്ന്. ഇനി എന്തായാലും മുനീർ സാറിന്റെ എല്ലാ കടങ്ങളും വീട്ടാൻ ആരെങ്കിലും വരാതിരിക്കില്ല. അത്ര നല്ല മനുഷ്യനാണ്. എന്തായാലേ മുനീർ, ഡോക്ടർ എം.കെ. മുനീറിന് ഒരു കമന്റ് വന്നതാണ്. ഇത്രക്കും നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഇത്രക്കും നല്ല ഹൃദയത്തിനുടമയാണ് എം.കെ. മുനീർ. അടുത്തൊരു കമന്റ് വായിക്കാം. നാടാടെ CH സെന്റർ തല ഉയർത്തി നിൽക്കുന്നു. പലതവണ പിരിവ് നൽകി. പക്ഷേ അങ്ങേരുടെ മകൻ സഹായിക്കാനുള്ള നമ്പർ ഇടമേ. ലീഗ് പ്ലീസ് ഡു ഇറ്റ്. അടുത്ത കമന്റ് നമുക്ക് വായിക്കാം. ഡോക്ടർ എം.കെ. മുനീർ ഹാസ് ബീൻ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ഗൈ ഇൻ ദി പൊളിറ്റിക്കൽ fraternity over all this year, and that's the reason why he's suffering now, both health wise and wealth wise. May the Almighty bless him and come up with
സം സൊല്യൂഷൻ ഫോർ ഹിം സൂൺ. അടുത്ത ഒരു കമന്റ്, കേവലം ഒരു MLA മാത്രമായ ശ്രീനിജന്റെ 10 വർഷത്തിനിടെയുണ്ടായ അഭൂതമായ വരുമാന വർധനവ് കണ്ട് കണ്ണു തള്ളിയപ്പോഴാണ് ഇതേ കേരളത്തിൽ ഒരാൾ കിടക്കണയിൽ പെടുന്നത്. സത്യമല്ലേ? പലതവണ നമ്മൾ കണ്ടതല്ലേ ഇത്തരം സാഹചര്യങ്ങൾ. അടുത്തൊരു കമന്റ്, കേരളത്തിന്റെ റോഡിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലായിരുന്നു MK മുനീർ. ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൈയിട്ട് വാരാവുന്ന വകുപ്പാണ് പൊതുമരാമത്ത്. പക്ഷേ ഇദ്ദേഹം കറകളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി സീതി സാഹിബിന്റെയും വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇതുപോലെ ഇന്ന് കാണുന്ന 4 വരിപ്പാത വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എക്സ്പ്രസ് ഹൈവേ എന്ന പേരിൽ വികസനം കൊണ്ടുവരാൻ ഒരുങ്ങിയപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ ഇടപെടൽ കാരണം ഭൂമിയെ രണ്ടായി പിളർത്തുന്ന വികസന പ്രവർത്തനമാണെന്നും പറഞ്ഞു അതിനെ എതിർത്തു. അല്ലെങ്കിൽ ഈ റോഡ് ഒക്കെ എന്നേ വരേണ്ടതായിരുന്നു. എന്തായാലും ഒരുപാട് പൈസകൾ ഉള്ള പാർട്ടിയാണ് ലീഗ്. ഇദ്ദേഹത്തെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു കമന്റ് വായിക്കാം. CHും സീതി സാഹിബും മരണപ്പെടുമ്പോൾ കടത്തിലായിരുന്നു. സീതി സാഹിബിന്റെ സ്വത്ത് മുഴുവൻ ചെലവഴിച്ച് സമൂഹത്തിന്റെ ഉന്നമനത്തിനു, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നു. മുനീർ സാഹിബും അതേ പാതയിൽ. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. ഈ വിഷയം എടുത്തു എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. അടുത്തത്, CH മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. ഇടവണ്ണയിൽ ലീഗ് പൊതുപരിപാടി കഴിഞ്ഞു. കാറിന്റെ പെട്രോൾ കഴിഞ്ഞു. പെട്രോൾ അടിക്കാൻ പണമില്ലാഞ്ഞിട്ട് ലീഗ് പ്രവർത്തകൻ സ്വന്തം വണ്ടിയിലെ പെട്രോൾ എടുത്തു അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഒഴിച്ചു പോയ ചരിത്രമുണ്ട്. അത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പഴയ ഡ്രൈവറാണ്. ഇങ്ങനെ നിരവധി കമന്റുകളാണ് ഓരോ വീഡിയോസിനും ഓരോ ന്യൂസിന്റെയും താഴെ വരുന്നത്. അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ല എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാം പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ വളരെ ഇൻസ്പയർഡ് ആവുന്ന, വളരെ ഹേർട്ട് ടച്ചിങ് ആവുന്ന കമന്റുകളാണ് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമൊക്കെ ശരിക്കും മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിജയിക്കും. ഇത് ലീഗിന്റെ അല്ല UDFന്റെ ഭൂരിപക്ഷം കൂട്ടും. കാരണം ഇങ്ങനെയുള്ള ഒരു MLA നമ്മുടെ കേരളത്തിലുണ്ട്. കാരണം ഇതൊരു കേരള അസംബ്ലി ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സാഹചര്യം പൊതുജനങ്ങൾ അറിഞ്ഞത്. ഇതെന്തായാലും മാനസികമായിട്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഉള്ള ഒരു അടുപ്പം, സ്നേഹം കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ MK മുനീറിനെ ഞാൻ ഇന്നേ വരെ നേരിൽ കണ്ടിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായങ്ങൾ നമ്മളാൽ കഴിയുന്നത്, അവ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്ത് പിന്തുണ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം ഇത്ര നല്ല പച്ചയായ മനുഷ്യൻ, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു MLA ഞാൻ കണ്ടിട്ടില്ല. എന്നും അദ്ദേഹത്തോട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. MK മുനീറിന് എല്ലാ ഭാവുകളും നേരുന്നു. MK മുനീറിന്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് മെച്ചപ്പെടട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം, അഭിവൃദ്ധി എല്ലാം പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലോട് ജസ്റ്റ് ഒന്ന് പോകാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിനെ അങ്ങയെ സംബന്ധിച്ച് വിഷമം പിടിച്ച വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വീട് ജപ്തി ഭീഷണി നേരിടുന്നു. എന്താണ് പറഞ്ഞേ? അത് എന്റെ വ്യക്തിപരമായ വിഷയമല്ലേ. തെരഞ്ഞെടുപ്പ് വഴി അതിന് ബന്ധമില്ലല്ലോ. അത് പരിഹരിക്കേണ്ടത് ഞാൻ മാത്രമാണല്ലോ. എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. രാഷ്ട്രീയമായി തന്നെ പ്രാധാന്യമുള്ള ഒരു വീട് കൂടിയാണല്ലോ. അപ്പൊ അത് അല്ല, അത് ഈ വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ലോൺ എടുത്തതാണ്. ലോണ് തിരിച്ചടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. പതുക്കെ അടക്കാമെന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് വേറൊരു വീടുണ്ടായിരുന്നു. ഒരു 8 സെന്റ് സ്ഥലത്ത് ജാഫർ കോളനിയിൽ ഞാൻ ആദ്യം താമസിച്ച വീടുണ്ടായിരുന്നു. അത് വിറ്റു. അതിലൊരു ഭാഗം ഞാൻ ഇതിൻ്റെ ലോണിൻ്റെ ഒരു ഭാഗമായിട്ട് അടച്ചു. ബാക്കിയുള്ള ഭാഗം അടക്കാൻ നമ്മൾ വൈകുന്തോറും അതിങ്ങനെ കൂടി വരുമല്ലോ. അപ്പം അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ്. എന്നാലും ബാങ്ക് പരമാവധി പിന്നെ സമയമൊക്കെ നീട്ടി തന്നിട്ടുണ്ട്. ഞാൻ ബാങ്കിനൊന്നും കുറ്റപ്പെടുത്തൊന്നുമില്ല. അവർക്ക് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പം നമ്മൾ വീട് നൽകിയിട്ടാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പം പിന്നെ അവരിതിനെ തിരിച്ചു പിടിച്ച് ലോണിൻ്റെ സംഖ്യ കണ്ടെത്തുക എന്നാണ് പിന്നെ ബാങ്കിനുള്ള പോകാൻ വഴി. അത് പിന്നെ ഞാൻ തന്നെ വ്യക്തിപരമായി നോക്കണം. അത് പരിഹരിക്കാൻ എന്ന് പറയുന്നത് നോക്കട്ടെ എങ്ങനെ.
ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. വിൽക്കാനൊന്നുമില്ല ഇനി. അത് എന്താ മാർഗം നോക്കണം. ഏതായാലും അടച്ചല്ലേ പറ്റും. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അത് എന്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട്. CK സുബീറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, സാഹിബിനെ ഒറ്റക്കാക്കില്ല, പാർട്ടി ഇടപെടുന്നതാണ്. അതൊക്കെ ഒരു നന്മയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷെ പാർട്ടി ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാനല്ലേ ഞാൻ ഒറ്റക്കാണല്ലോ ഇതിന്റെ കാരണക്കാരൻ. അതുകൊണ്ട് പാർട്ടിക്ക് ഇതിലേക്ക് വലിച്ചേക്കണ്ട. പാർട്ടി സഹായിച്ചില്ലേ? അത് ഞാൻ അങ്ങനെ ചോദിക്കാറില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നേരത്തെ ചോദിക്കായിരുന്നു. അത് ഇത് തിരിച്ചടക്കണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊന്നും നിർത്താനും പറ്റൂലല്ലോ. പെട്രോൾ അടിക്കണം, ഫോൺ ബില്ല് അടക്കണം, വീട്ടിലെ ചിലവ് നടത്തണം, അതെല്ലാം ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന പൈസ അതിന് തികയുള്ളായിരുന്നു. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും മാർഗങ്ങളുണ്ടാവും. നേതൃത്വമൊക്കെ വിളിച്ചിരുന്നു എന്നെ. പക്ഷെ ഞാനങ്ങനെ ഒരു സഹായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പാർട്ടിയോട് അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികളും ഉണ്ടാക്കി വെക്കുന്ന ബാധ്യതകൾ മുഴുവൻ പാർട്ടി ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയോട് അല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിക്കാം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അല്ലാതെ മാർഗം ഇതിനൊന്നും കൂടി അർത്ഥമില്ല. കാരണം MLA എന്ന രീതിയിൽ കിട്ടുന്ന ചെലവുകളൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റേണ്ടി വരും. നമുക്ക് വേറൊരു രീതിയിലും പണം സമ്പാദിക്കാൻ ഒരു കാലത്തും ശ്രമിക്കാത്ത ആളുകൾ അല്ല. ഇപ്പൊ നമ്മൾ പണമല്ലല്ലോ പ്രധാനം. പണത്തിനേക്കാളും ഒക്കെ മുകളിൽ എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങളൊക്കെ വന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അന്വേഷിക്കാനുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 ലോണായിട്ട് എടുത്തത് 70 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്. ഇത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഞാൻ പറഞ്ഞില്ല, അവിടെയുള്ളൊരു ഇത് വിറ്റിട്ട് കുറച്ച് പൈസ കൊടുത്തു. പക്ഷേ ഏകദേശം ഞാൻ 70-60ഓളം അടച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും 58, 59 വരികയാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. മീറ്റർ ഇട്ട മാതിരിയല്ലേ. ഇപ്പോൾ ഈ 31 അടച്ചില്ലെങ്കിൽ ഇനി അത് ഏതിലേക്ക് വരും നമുക്ക് പറയാൻ പറ്റില്ല. ബാങ്ക് ലോണുകൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും പറയാനുള്ളത്, അത് കഴിയുന്നത്ര ആരും എടുക്കാതിരിക്കാൻ നോക്കാം. അല്ല, തെറ്റെന്നല്ല. പക്ഷെ ഞാൻ അവരോടൊന്നും ചോദിക്കാതെ ഞാൻ ചെയ്തൊരു കാര്യമല്ല. എൻ്റെ കുടുംബം അറിയാം, കുടുംബത്തിന് അറിയാം എങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വേറെ മാർഗമില്ല. അപ്പോൾ ഞാൻ പാർട്ടിയോട് ഞാനിങ്ങനെ ലോൺ എടുക്കുന്നു എന്ന് ചോദിച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റില്ല. അല്ല, അതിപ്പോൾ എൻ്റെ പിതാവും അങ്ങനെ തന്നെ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അന്നും അദ്ദേഹവും ഉള്ള കാലത്തും ഇത് ബാങ്കിലായി. ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അങ്ങനെ വലിയ സമ്പന്ന ഒരു കുടുംബമല്ലല്ലോ. ഭാര്യ വീടും അവരൊക്കെ വളരെ ഒരു മിതമായി ജീവിക്കുന്ന ആളാണ്. എങ്ങനെ അല്ല, ഞാനങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ട് 49 ലക്ഷം രൂപയില്ല. അതെ. വൺ ടൈം സെറ്റിൽമെന്റ് തന്നിട്ട് കുറച്ചായി.
അപ്പൊ അത് ആ സെറ്റിൽമെന്റ് വരാതെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യും, അത് 58 തന്നെ പോകും. 58 തോന്നുന്നു, 58 ഇപ്പൊ അത് അവരുടെ ഈ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈബ്യൂണൽ, അത് ബാങ്കിന്റെ കയ്യിൽ നിന്നും അത് വിട്ടിട്ടുണ്ട്. അവരാണ് അവരിവിടെ വരികയൊക്കെ ചെയ്തിരുന്നു. അത് ഇന്ത്യാവശ്യ കാലത്തെ ബാധ്യതകളൊക്കെ അതൊക്കെ ഇതിൽ പെടുമോ, അതോ വ്യക്തിപരമായ ബാധ്യത മാത്രമേ? ഇന്ത്യ വിഷന്റെ ബാധ്യതകൾ എന്ന് പറയുന്നത് അത് ഷെയർ ഹോൾഡേഴ്സിന്റെ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് വേറെയാണ്. അത് പിന്നെ ഒരു കമ്പനിയാണ്. അത് കമ്പനിയാണ്. കമ്പനി ആണ് ആ ബാധ്യത. കമ്പനി എന്ന് പറഞ്ഞാലും കമ്പനിയിൽ ആരൊക്കെ സഹായിക്കുന്നുണ്ട് ആലോചിക്കാറുണ്ട്. അന്തിമമായി അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ഒരു ബാധ്യതയും നമുക്ക് ബാക്കി വെക്കാൻ പറ്റില്ല. അതൊക്കെ പരിഹരിക്കും. സമയം വേണം. ഇതുവരെ അതിനൊന്നും നോക്കാൻ നേരമില്ല. അതിനെ കുറിച്ച് ഇതൊക്കെ നമുക്ക് കാലാകാലം MLA എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടുള്ള സാലറി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി വേറെ മാർഗങ്ങൾ നോക്കണം. അപ്പൊ എനിക്കാകെ ഞാനൊരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്. പിന്നെ എനിക്ക് വളാഞ്ചേരിയിൽ ഒരു വാടക കെട്ടിടത്തിൽ ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. കച്ചവടം എനിക്ക് പറഞ്ഞതല്ല. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും നിന്നും വരുമാനം ഇല്ലാന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ച് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ അടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. എന്തെങ്കിലും വഴി വരാതിരിക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാർഗം വരെയായിരിക്കും. ഞാൻ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കാണ്. കാരണം ഇതുവരെ വന്നില്ലേ. 63 വയസ്സ് വരെ വന്നല്ലോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നു. പിന്നെ ഈ ഒരു ഫാഗ് എൻഡിൽ വലിയ പ്രശ്നങ്ങൾ വന്നു ചേരേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പ്രതിസന്ധികളിൽ നമ്മളുടെ ജീവിതത്തിൽ പലതും ഉണ്ടാവും. മറികടക്കുക എന്നുള്ളത് അത് എല്ലാവരുടെ മുന്നിലും വന്നിങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് ഞങ്ങളാരും ചെയ്യാറുള്ള കാര്യമല്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. പൊളിറ്റിക്സ് എന്താ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. അത് ചോദിക്കും. ആ തെരഞ്ഞെടുപ്പ് നമ്മള് ടീം UDF നമ്മുടെ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF. അപ്പോൾ ടീം UDF എന്ന് നമ്മൾ ഒരു മുദ്രാവാക്യമുണ്ട്. അത് 100 തികയ്ക്കുക എന്നാണ്. 100 സീറ്റ് തികയ്ക്കുക. അപ്പം അതിലേക്ക് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് ഞാൻ വടകര പോകുന്നുണ്ട്. വടകര കൺവെൻഷൻ പരമാവധി സ്ഥലത്ത് ഞാൻ പോകും. അപ്പോൾ പോയ സ്ഥലത്തു നിന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നുണ്ടായിരിക്കും ജനാധിപത്യത്തിന് വേണ്ടി. അല്ല, ഞാൻ പിന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ UDFന്റെ ചെയർമാൻ VD സതീശനാണ്. കൺവീനർ അടൂർ പ്രകാശാണ്. ആ ടീം UDFനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണല്ലോ. അത് AICC അതിൻ്റെ സമയത്ത് തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ പരിഹരിക്കപ്പെട്ടു. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനിടയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് നമ്മളിപ്പം സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു.
നല്ല രീതിയിൽ പോകുന്നു. എല്ലാ ഇപ്പം നമ്മൾ തൃക്കരിപ്പൂര് പോലും നല്ല ട്രെൻഡാണ്. പേരാമ്പ്ര തുടങ്ങി നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്ന് കരുതിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിൽ പോലും വലിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ്.